ഹായ് ഫ്രണ്ട്സ്, ദേവ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ ചായയോടെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മളിങ്ങനെ റൂമിലേക്ക് വന്നതാണ്. അപ്പോൾ കണ്ണനാണെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ ബസ് ഇറങ്ങിയിട്ട് കുറച്ചും കൊണ്ട് നടക്കാനുണ്ട്. അപ്പോൾ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ആൾക്ക് എത്ര കളിക്കുമ്പോഴും ആൾക്ക് ക്ഷീണം ഉണ്ടാവില്ല. പക്ഷേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമിൽ ഒരിത്തിരി നടക്കുമ്പോഴേക്കും ആൾക്ക് ക്ഷീണം വരും കേട്ടോ, ഭയങ്കര ക്ഷീണം. അപ്പോൾ അവിടെ ആൾ കടയിലുണ്ടാവും. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് കൊടുക്കും. അപ്പോൾ ഒറ്റയ്ക്കാണല്ലോ നടന്നു വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അതുപോലെ വരുമ്പോൾ സിപ്പപ്പ് കൊടുക്കും കേട്ടോ, സിപ്പപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ നമ്മുടെ എന്താ പറയുക സാൻഡ്വിച്ച് അതൊക്കെ മേടിച്ചിട്ടാണ് വരിക. അപ്പോൾ ഇന്ന് വരുമ്പോഴും മറ്റുള്ളത് നോക്കി ഒരു സിപ്പപ്പൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഏതാണ് സിപ്പപ്പ്, ഏതിൻ്റെ ആയിരുന്നെന്ന് അറിയോ? അതിൻ്റെ ഫ്ലേവർ ഏതാ മനസ്സിലാവുന്നില്ല കേട്ടോ. അതിൻ്റെ ഫ്ലേവർ എന്താണ്? എന്തായാലും ചോക്ലേറ്റിൻ്റെയാണ് ഇത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നിത്തും അതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിത്തും ഇനിയിപ്പോൾ സിപ്പപ്പ് കഴിക്കാൻ പോവാണ്. ഇന്നിപ്പോൾ ഇതാ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലെ അല്ല, ഇന്ന് രാത്രി നല്ലൊരു മഴയൊക്കെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലും നല്ല ചൂടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തത് കാരണം തന്നെ അത്യാവശ്യം നല്ല ഒരു തണുപ്പൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ പണികൾ കഴിഞ്ഞിട്ടൊന്നുമില്ല, കറി വയ്ക്കാനൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക കുട്ടികളുടെ കൂടെയൊക്കെ. നിത്തത് അവിടെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റ് പേടിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സമയം. നമുക്ക് എല്ലാം പോലെ പറയും, സ്പീഡ് കുറച്ച് പറയും. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് മുടി നേരം ദേവ്സ് വേൾഡിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവരും സിപ്പപ്പ് കണ്ട കുടിച്ചാണ് ഇത് നമുക്ക് പറഞ്ഞില്ല. നല്ല പോലെ പറയിക്കോ, ക്ലിയർ ആവണില്ല. ദേവ്സ് ആരാ? ദേവ്സ് വേൾഡിലെ ദേവ്സ് ആരാ? അമ്മ. ഞാനാണോ? ഞാൻ നിതില്ലേന്ന്. ദേവ്സ് ആരാ? നിദേവ്. പേര് പറയേ. നിദേവിയസ്. ഏട്ടൻ്റെ പേരെന്താ? അപ്പോൾ ആ ദേവാണ് ദേവ്സ് വേൾഡ് അല്ലേ? ദേവ്സ് വേൾഡ് ഇഷ്ടമാണോ ചോദിച്ചു നോക്കി എല്ലാവരോടും. ചോദിക്കുക നല്ല പോലെ. അല്ല, നമ്മളെ ഫ്രണ്ട്സിനോട് ചോദിക്കുക, ദേവ്സ് വേൾഡ് ഇഷ്ടമാണോ ചോദിക്കുക. ചോദിക്കുക, നല്ല പോലെ ചോദിക്കുക. നീട്ടിരിക്കേ ചോദിക്കുക, ദേവ്സ് വേൾഡ് ഇഷ്ടമാണോ? ഇഷ്ടാണോന്ന് ചോദിക്ക്. ആരും പറയും ഇഷ്ടാണോ അല്ലേന്ന് അല്ലേ? കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? അല്ല, വീഡിയോ ഒക്കെ കാണാനോ അല്ലേ? നമ്മുടെ വീഡിയോസൊക്കെ എന്നിട്ട് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് പറയാം. സിപ്പപ്പ് കഴിക്കലല്ല, നമ്മള് വീഡിയോ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? നീട്ടിരിക്കേ. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ഇടുക. ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, ഷെയറും ചെയ്യണം. ലൈക്ക് ബട്ടൺ അടിക്കണം. അതിനെ പിന്നെ കമന്റ് ചെയ്യണ്ടേ? കമന്റിൽ എന്താ എഴുതേണ്ടത്? കമന്റിൽ നിദേവ് യെസ് എന്ന് എഴുതണം അല്ലേ? നിദേവ് യെസ് ആരാണ്? മനുഷ്യൻ. നല്ല പോലെ പറയൂ. ആരാ നിദേവ് യെസ്? ആണ് നിത്തു ആണ് നിദേവ് യെസ്. ഇപ്പം എന്താ കയ്യിലെന്താ? കുളിച്ച് വന്നിട്ട് രാവിലെ തന്നെ സിപ്പപ്പ. ഏട്ടൻ വരുമ്പോൾ കൂടുന്നതാണ് സിപ്പപ്പ്. ഏട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ അച്ഛൻ മേടിച്ചു കൊടുത്തതാ സിപ്പപ്പ് അല്ലേ? സിപ്പപ്പ് പൊട്ടിച്ചേരാം. ബെഡിലാക്കരുത് കേട്ടാ. ടേസ്റ്റ് ഉണ്ടോ? സിപ്പപ്പ് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല കേട്ടോ നിത്തു.
എന്നാൽ ശരി പറയും, ബായ് പറയും. ഞങ്ങൾ സിപ്പപ്പോൾ കഴിക്കട്ടെ. കണ്ണനിതാ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അതായത് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ വന്നാൽ പിന്നെ അങ്ങനെ ചായ കൂട്ടിയുടെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നിരുന്നിട്ട് അന്നത്തെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ ക്ലാസ്സിലെ കാര്യങ്ങളും അങ്ങനെ ബസ് കയറി വന്നതും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുകയാണ് കേട്ടോ ആൾ. അപ്പോൾ കളിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ആകെ വെള്ളമൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്ത കാരണമൊക്കെ ഒന്ന് വെയിലൊക്കെ വരട്ടെ എന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പിടിച്ചിരുത്തിയെടുക്കുകയാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങാനായി. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങുമല്ലോ. അപ്പോൾ പിന്നെ ബിസി ആയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാമെന്നൊക്കെയാണ് ഇരുന്ന് പറയുന്നത് കേട്ടോ. എങ്ങോട്ടാ പോകേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് പോവാമെന്നൊക്കെ പറയുകയാണ്. കുറേ ദിവസമായി പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് ഇനി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് സിനിമയ്ക്കൊക്കെ പോകണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കടയിലൊക്കെ ഒന്ന് പോകാനുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ യൂണിഫോമൊന്നും തയ്ക്കാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ കണ്ണനും നിത്തുനും ഒക്കെ എടുക്കാനുണ്ട്. പിന്നെ അത് തയ്ക്കാൻ കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടും. നോട്ട്ബുക്കൊക്കെ മേടിക്കണം. പിന്നെ അത് ചട്ട ഇട്ട് വെക്കണം. അങ്ങനെയുള്ള കുറേ പരിപാടികളും ഒക്കെ ഉണ്ട്. കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ടൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ പോകണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായി. മെയ് ഇന്നിപ്പോൾ 19 ഇനിയിപ്പോൾ 1.5 ആഴ്ച ഉള്ളൂ. ജൂൺ 2 പിന്നെ ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങിയാൽ പിന്നെ അവരെല്ലാവരും ബിസിയായി ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമല്ല. നമ്മൾ ജസ്റ്റ് കുട്ടികളായിട്ടുള്ള കുറച്ച് സംസാരം കാര്യങ്ങളും ഒക്കെയാണ്. എന്നാലും ഇത് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ ഇതാ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. നമ്മുടെ കറിയും ഒക്കെ വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പണികളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.